ഹായ്, ക്രേസി ഹാക്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഉപ്പുമാവായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉപ്പുമാവ് കഴിക്കാത്തവരും കഴിക്കുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിലുള്ള റവ നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം മാത്രം ഒന്ന് വറുത്താൽ മതി. അപ്പോൾ ഈ റവയുടെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇതുപോലെ വറുത്താൽ മാത്രമേ നമ്മളുടെ ഉപ്പുമാവ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. 2 മിനിറ്റ് നേരം മാത്രം മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ റവ വറുത്തതിന് ശേഷമുള്ള കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളൊരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടിയും പിന്നെ കുറച്ച് കാഷ്നട്ടും നമ്മൾ ഇതേപോലെ ഒന്ന് നെയ്യിലൊന്ന് വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മളുടെ കൈവശം എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ കാഷ്നട്ടും ഒന്ന് ഈ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരിതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം നെയ്യിൽ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ ഉഴുന്നിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാളയുടെ പകുതി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പില, 2 നല്ല എരിവുള്ള പച്ചമുളക് വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെറുതെ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. നമുക്ക് ഈ സവാളയുടെ കളറൊന്നും മാറിപ്പോവരുത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1 മിനിറ്റ് നേരം മാത്രം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം. നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു, വീണ്ടും ഒരു 1/4 കപ്പ് ഒഴിച്ചു, പിന്നെ ഒരു 1/2 കപ്പ്. അപ്പോൾ മൊത്തത്തിൽ ഒരു 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് അളവിലുള്ള വെള്ളം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റായിരിക്കണം. ഈ സമയത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് റവ വറുത്ത് വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ആ കപ്പലണ്ടിയും കാഷ്യൂനട്ടൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം ഇതേപോലെ മൂടി വയ്ക്കുക. അതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾക്ക് 1-2 പഴം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പപ്പടമായാലും മതി. അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഉപ്പുമാവ് നല്ല വയറ് നിറയെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.